കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ താന്ത്രിക വിദ്യയിലും മാന്ത്രിക വിദ്യയിലും ഒരുപാട് യന്ത്രങ്ങൾ ആചാര്യന്മാർ പണ്ഡിതന്മാർ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് യന്ത്രങ്ങളുണ്ട്, ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം കോർത്തിണക്കുന്നത് 3 ശക്തിബന്ധത്താലാണ്. ഇതെല്ലാം കോർത്തിണക്കുന്നത് ശൈവം, ശാക്തേയം, വൈഷ്ണവം. അങ്ങനെയുള്ള ശക്തിബന്ധത്തിൽ കോർത്തിണക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളാണ് എല്ലാ മന്ത്രങ്ങളും നമുക്ക് സ്വന്തമായിട്ട് അതുപോലെ പാണ്ഡിത്യമുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് മന്ത്രം വരെ ഉത്ഭവിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ശാരദാതിലകത്തിലൊക്കെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് യന്ത്രങ്ങൾ അതിൽപ്പെട്ട ഒരു നല്ലൊരു മന്ത്രമാണ് മായാമോഹിനി മന്ത്രം. മായാമോഹിനി കാണപ്പെടാത്ത കാര്യങ്ങൾ, പഴയ കാലത്ത് മായാമോഹിനി മന്ത്രം എന്ന് പറഞ്ഞാൽ മോഷണം തെളിയിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മായാമോഹിനി മന്ത്രം. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാമിനി അല്ലെ ഉദ്ദിഷ്ട പുരുഷനെ കിട്ടാൻ വേണ്ടി മായാമോഹിനി മന്ത്രം ഉപയോഗിക്കുമായിരുന്നു. നമ്മൾ കണ്ടോ കണ്ടില്ലയോ എന്നോ ഒന്നുമല്ല, പക്ഷേ എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഇവിടുന്ന് അമേരിക്കയിൽ ഇരുന്ന ആളിനെ വേണമെങ്കിലും ഇവിടെ വരുത്താമെന്നാണ് പറയപ്പെടുക. ഒരു നാളികേരം ഉണ്ടെങ്കിലോ ഈ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ആ മന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ആളിനെ പോലും ഇവിടെ ഏതൊരാളെ പുറപ്പെട്ടു പോയ ആൾക്കാരെ പോലും വരുത്താൻ കഴിവുള്ള ഒരു മാന്ത്രിക ശക്തിയുള്ള മന്ത്രമാണ്, അല്ലെ അതിൻ്റെ യന്ത്രമാണ് മായാമോഹിനി മന്ത്രം എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ മിക്കവാറുമുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത് സാത്വികമായിട്ടുള്ള മന്ത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ മോഷണം പോയെങ്കിൽ ആ സാധനത്തിന് ഇന്ന ആളാണ് തെളിവെന്നുള്ള അറിയാൻ വേണ്ടി ആ മോഷണ വസ്തു കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി പഴയ കാലത്തെ ആചാര്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മായാമോഹിനി മന്ത്രം. അതുപോലെ തന്നെ ഇത് രണ്ടുമുണ്ട്. മുങ്ങി നടക്കാനും ഒരാളെ നമുക്ക് കാണാതെ പോകാനും ഈ മായാമോഹിനി മന്ത്രം നമുക്ക് ഉപയോഗിക്കപ്പെടാമെന്നാണ് പറയുന്നത്. കാര്യം ഞാനിപ്പോൾ ഒരു 50,000 രൂപ ഒരാൾക്ക് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ എനിക്ക് അപ്പുറം വരെ കടന്നു പോകണമെങ്കിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പഴയ കാലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെച്ചാൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളാരും അത് ഉപയോഗിച്ചിട്ടില്ല. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഈ പറഞ്ഞു കേട്ടുള്ള അറിവും ഈ വായിച്ചു കേട്ടുള്ള അറിവും ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയ അറിവും മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് മായാമോഹിനി മന്ത്രം. പക്ഷേ അതിൽ ഒരു കാര്യം സത്യസന്ധമായിട്ട് ഉപയോഗിച്ച് കാര്യം സാധിപ്പിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പുരുഷനെ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് വിവാഹത്തിന് വേണ്ടി അല്ല, മറ്റു രീതിയിലല്ല, വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ആ പൂജ കഴിച്ച് കഴിയുമ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഫലം കണ്ടിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ മായാമോഹിനി പൂജ നടത്തിയതിന് ശേഷം എരിക്കും കൊന്നയുടെ ചമതയും കടലാടി ചമതയും ഒക്കെ ഹോമിച്ച് ഹൗസ് കൊണ്ട് ഹോമിച്ച് താമരപ്പൂവ് എള്ളെണ്ണയിൽ മുക്കി ഹോമിച്ച് ശത്രുത മാറിക്കിട്ടാനായിട്ട് താമരപ്പൂ എള്ളെണ്ണയിൽ മുക്കി ഹോമിച്ച് അതുപോലെ വെള്ളപ്പൂ കൊണ്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിച്ച് കഴിഞ്ഞാൽ ഉദ്ദിഷ്ട ഫലസാധ്യം ഉദ്ദിഷ്ട കാര്യസാധ്യം നമുക്ക് സാധിക്കും. നല്ല പുരുഷനെ അല്ല നല്ലൊരു സ്ത്രീയെ കിട്ടാനുള്ള നല്ലൊരു സ്ത്രീയല്ല ഭാര്യാഭർത്തൃ ബന്ധത്തിന് കിട്ടാനുള്ള യോഗാവസ്ഥയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഈ മായാമോഹിനി മന്ത്രം. അത് തന്നെയല്ല, ഭൂതഗണങ്ങളൊന്നും അടുക്കാത്ത ഒരു മന്ത്രം കൂടാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വിളിച്ചൊല്ലി പ്രാർത്ഥന, കൊച്ചു പിള്ളേർ ഞെട്ടുക, അല്ലെങ്കിൽ രാത്രി കിടന്ന് ദുർസ്വപ്നങ്ങൾ കാണുക, അന്യദേശത്ത് വസിക്കുമ്പോൾ അവിടുന്ന് തിരിച്ചു പോകണമെന്ന് തോന്നുക, യാത്ര ചെയ്യുന്നതായിട്ട് തോന്നുക, കിണറ്റിൽ വീഴുന്നതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുക, ഈ ഗൗളിശാസ്ത്രപ്രകാരമുള്ള പല ദുഷിച്ച സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ദുഷിച്ച ദിക്കിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ ഗൗളി വീണ് കഴിഞ്ഞാൽ, ഗൗളി ചലച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള സമയത്ത് മായാമോഹിനി മന്ത്രം ജപിക്കുന്നതും മായാമോഹിനി യന്ത്രം ജപിക്കുന്നതും മായാമോഹിനി അർച്ചന ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാവുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് മായാമോഹിനി മന്ത്രം. വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് കൊള്ളാം, ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് കൊള്ളാം, വശ്യസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് കൊള്ളാം, എല്ലാ മംഗളകർമ്മ സംബന്ധമായിട്ടുള്ള നല്ല സൽക്കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു മന്ത്രം കൂടാണ് മായാമോഹിനി മന്ത്രം. അത് ഉപയോഗിക്കുന്നത് മനുഷ്യ സഹജം, എല്ലാവർക്കും നന്മയുണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുള്ളതാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.